ഹലോ ആൻഡ് വെൽക്കം ടു മമ്മ ആൻഡ് സൺസ് കമ്പനി. 2024 കഴിഞ്ഞ് നമ്മളൊക്കെ 25-നെ വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ. 25-നെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പരിപാടി എന്താണ്? എന്താ എല്ലാവരും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയട്ടെ. ഞാനൊരു കൊച്ചു സ്വപ്ന വണ്ടി കയറാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും വേണമെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ പോരാം കേട്ടോ. അതെ, ഡ്രീം ബിഗർ എന്നാണ് എൻ്റെ ഒരു ഫസ്റ്റ് തിങ്കിങ് ഈ വർഷം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഉയരത്തിലെത്താനായിട്ട് നമുക്കൊന്ന് സ്വപ്നം കാണാം. വേണമെങ്കിൽ ഒരു പുതിയ കോഴ്സ് പഠിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയായിരിക്കാം. എന്തു തന്നെ ആയിക്കോട്ടെ, നന്നായിട്ട് സ്വപ്നം കാണുക. എന്നാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? വി ഹാവ് ടു സെലിബ്രേറ്റ് അവർ സെൽസ്. നമ്മളെ തന്നെ ഒന്ന് ആഘോഷിക്കണം. അതെങ്ങനെയാ? ഇന്ന് വരെ വന്ന വഴികളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക, അതൊക്കെ ഒന്ന് ഓർത്തിട്ട് ദുഃഖകരമായ നിമിഷങ്ങളെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സന്തോഷകരമായ കാര്യങ്ങളെയൊക്കെ ഒന്ന് കുറച്ചുകൂടെ ചിന്തിക്കുക. അതോർത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഡ്രീം ബിഗ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സ്വപ്നവണ്ടി കയറണമെങ്കിൽ നാം നമ്മെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളെയൊക്കെ മാത്രം നമ്മൾ ഓർത്തുകൊണ്ടിരുന്നാലേ എന്ത് പറ്റുമെന്നറിയോ? നമ്മൾ അവിടെ തന്നെ അങ്ങ് നിന്നു പോകും. ലീവ് ദ പാസ്റ്റ് വേർ ഇറ്റ് ബിലോങ്സ് ടു. കഴിഞ്ഞ കാലങ്ങൾ അത് എവിടെ നിൽക്കണമായിരുന്നു അതവിടെ നിന്നോട്ടെ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി നമുക്ക് പുതിയതിലേക്ക് പോകാമെന്ന് അങ്ങ് ഓർത്തേച്ചാൽ മതി. പിന്നെ 4-മത്തെ കാര്യം എന്താണെന്നറിയോ? മേക്ക് സ്പേസ് ഫോർ ന്യൂ ബിഗിനിങ്. പുതിയ കാര്യങ്ങൾക്ക് നമ്മൾ സ്വപ്നം കണ്ട് സ്വപ്നവണ്ടിയിൽ നമ്മൾ പോകുമ്പോൾ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ഇച്ചിരി വഴി വെട്ടിക്കൊടുക്കണം. കാടും പള്ളയും ഒക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പുതിയ പുതിയ സംരംഭങ്ങൾ അങ്ങോട്ട് തുടങ്ങണം. അതായത് പുതിയൊരു ലാംഗ്വേജ് പഠിക്കാം, അതല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിക്കാം. പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി നാം പഴയ കാര്യങ്ങളൊക്കെ വെട്ടിമാറ്റി പുതിയൊരു കാര്യം നടത്താനായിട്ട് ഒരു വഴിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം. ബിലീവ് വാട്ട് ഈസ് മെന്റ് ഫോർ യു വിൽ കം ടു യു. നമ്മൾക്ക് എന്താണോ മീൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് തന്നെ നമ്മുടെ അടുത്തേക്ക് വരും. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങത്തില്ല. അത് നല്ല കാര്യമായിക്കോട്ടെ തീയതായിക്കോട്ടെ, നമ്മളെ തേടി വരാനുള്ളതൊക്കെ നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കും. അതിനുവേണ്ടി നമ്മളൊന്ന് പരിശ്രമിച്ചു കൊടുക്കുക, നമ്മളൊന്ന് നിന്ന് കൊടുക്കുക, തമ്പുരാനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കുള്ള നന്മകളൊക്കെ എൻ്റെ അടുത്തേക്ക് ഒട്ടും വഴിതെറ്റി പോകാതെ വരണേന്ന് പ്രാർത്ഥിക്കണം. അതല്ല എൻ്റെ നേരെ എന്തെങ്കിലും ഒരു ദോഷമാണ് വരാനിരിക്കുന്നതെങ്കിൽ അതിനെ മറികടക്കാനുള്ള കഴിവും എനിക്ക് തരണേന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ യു ഹാവ് ടു പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. നമുക്ക് നല്ലൊരു പ്രയോറിറ്റൈസ് ചെയ്ത് ഉള്ളൊരു ജീവിതമായിരിക്കണം. നമ്മളെ തന്നെ എപ്പോഴും മുന്നിൽ വിചാരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും കൂടെ നല്ല സഹിഷ്ണുതയോടും കൂടി ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വൺ മോർ തിങ്, ലെറ്റ് ഗോ ഓഫ് ദ ഗിൽറ്റ് ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ബിയോണ്ട് യുവർ കൺട്രോൾ. നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ നമ്മളങ്ങ് മാറ്റിയേക്കണം. അയ്യോ എനിക്കിത് പറ്റിപ്പോയേ, ഇങ്ങനെ എനിക്ക് സംഭവിച്ചു പോയല്ലോ, അതിൻ്റെ ദുഃഖവും പേറി അതിൻ്റെ ഭാരക്കെട്ടും ഒക്കെ ഇങ്ങനെ തോളത്തെടുത്തുകൊണ്ട് ഒന്നും നമ്മൾ 2025 പോകണ്ട. ആ 2025 നമുക്കുള്ള പുതിയ കാര്യങ്ങളെ മാത്രം ഓർത്തുകൊണ്ട് നമ്മളങ്ങ് മുന്നോട്ട് പോയാൽ മതി. എങ്ങനെയാ? നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ സ്വപ്നവണ്ടി കയറാൻ തയ്യാറാണോ? ആണെങ്കിൽ let's go to 2024 with hope, purpose and gratitude. Bye everyone. Have a fabulous new year. Bye.